വരുൺ കൊലക്കേസിൽ വിക്രമാണ് പ്രതിയെന്ന് പറഞ്ഞ പുള്ളിക്കനെ അനിയൻകുട്ടനും കൂട്ടുകാരും ചേർന്ന് കണ്ടെത്തിയിരുന്നു. വരുൺ വധത്തിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് പുള്ളിക്കനറിയായിരുന്നു. പുള്ളിക്കനത് അനിയൻകുട്ടനോട് പറയുമെന്നറിയായിരുന്ന യഥാർത്ഥ പ്രതികൾ അന്ന് രാത്രി തന്നെ പുള്ളിക്കനെ കൊലപ്പെടുത്തി. അത് നേരിട്ട് കണ്ടാണ് അനിയൻകുട്ടൻ ഇങ്ങനെ ആയത്. എക്സ്ക്യൂസ് മീ യുവർ ഓണർ. യെസ്, വൺ ക്വസ്റ്റ്യൻ. ലെറ്റ് മീ ഫിനിഷ് ദിസ് യുവർ ഓണർ. ഇത്ര നേരം പ്രോസിക്യൂഷൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ലേ? ഒറ്റ ചോദ്യമല്ലേ? ചോദിക്കട്ടെ വക്കീലേ. ഗ്രാൻഡഡ്. താങ്ക് യു. സേതു ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ സേതുവിന് നേരിട്ട് അറിവുള്ളതാണോ? അതെ. അതായത് പുളിക്കൻ കൊല്ലപ്പെടുന്നതും അനിയൻ കുട്ടൻ മനോരോഗിയാകുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേതുവിന് നേരിട്ട് അറിവുള്ളതാണോ, അതോ വിക്രം പറഞ്ഞ അറിവുള്ളതാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഉത്തരം കൃത്യമായിരിക്കണം. വിക്രം പറഞ്ഞതാണോ അല്ലയോ? സേ യെസ് ഓർ നോ. യെസ്. വിക്രം പറഞ്ഞതാണ്. അതെ. നോട്ട് ദ പോയിന്റ് യുവർ ഓണർ. സർ, യു ക്യാൻ പ്രൊസീഡ്. അനിയൻകുട്ടൻ നോർമലായെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം വിക്രം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഉവ്വ്. എന്താണ് പറഞ്ഞത്? നാട്ടിലേക്ക് മടങ്ങുവാണെന്നും എല്ലാത്തിനുള്ള ഉത്തരം കിട്ടിയെന്നും പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? വേദയ്ക്ക് കണ്ണീർമല കാണണമെന്നുണ്ടായിരുന്നു. പിറ്റേന്നോടെ പോയതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ പുറപ്പെടാൻ നേരത്ത് റിസോർട്ടിലെ മാനേജറാണ് പറഞ്ഞത് കണ്ണീർമലയിലേക്കുള്ള വഴി അടച്ചിരിക്കുകയാണെന്ന്. അവിടേക്ക് നടപ്പാത വഴി പോകുന്നത് അപകടകരമാണെന്നും. അവരെ അവിടുന്ന് കൂട്ടിപ്പോരാൻ മാനേജർ പറഞ്ഞു തന്ന മറ്റൊരു വഴിയിലൂടെ ഞാൻ പോയി. അപ്പോഴാണ് വേദയും വിക്രമിനെയും ആക്രമിക്കുന്നത് കണ്ടത്. ആര്? കൊല്ലപ്പെട്ട ചന്ദ്രശേഖരനും ശ്രീകാന്തും. ഞാൻ അവിടേക്ക് ചെന്നു. പിന്നെ വലിയ അടി നടന്നു. അതിൻ്റെ അവസാനം ചന്ദ്രശേഖരനും ശ്രീകാന്തിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി. അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അനിയൻകുട്ടൻ്റെ കയ്യിലുണ്ടെന്നും അവരെ പോലീസിൽ ഹാജരാക്കണമെന്നും വിക്രം പറഞ്ഞു. അപ്പോഴാണ് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചത്. അത് കണ്ടിട്ടാ വേദബോധം കിട്ടു വീണെ. ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടെ നിന്ന് നേരെ കാട്ടിലേക്ക് ഓടി. വിക്രം പറഞ്ഞ അനുസരിച്ച് വേദയും അനിയൻകുട്ടനെ കൊണ്ട് ഞാൻ ആശുപത്രി പോയി. പിന്നെ അറിഞ്ഞത് വിക്രത്തെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത. ഓക്കെ, യു മേ ഗോ. ഫാദർ മൈക്കിൾ കുരിശിങ്കൽ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസാണിതെന്ന് അച്ഛൻ അറിയാലോ അല്ലേ? ഇത്രയും നേരം മറ്റ് സാക്ഷികൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അച്ഛൻ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ഉണ്ട്. സാധാരണ പുരോഹിതൻ വെളിപ്പെടുത്താത്ത ഒന്നാണ് കുമ്പസാര രഹസ്യം. പക്ഷേ വിക്രമന്റെ കേസിൽ എനിക്കതിന് ദൈവത്തിൻ്റെ അനുവാദമുണ്ട്. വേട്ടയാടാൻ അവർ ഏത് നിമിഷവും വരുമെന്ന് അവൻ എന്നോട് പറഞ്ഞു. അവരുടെ പേര് ചന്ദ്രശേഖരൻ എന്നും ശ്രീകാന്ത് എന്നാണ് പറഞ്ഞത്. അവൻ്റെ ജീവനേക്കാൾ അവന് പേടി വേദയുടെ ജീവനിലായിരുന്നു. അവളായിരുന്നു അവരുടെ ലക്ഷ്യം. ശരി ഫാദർ.
യുവർ ഓണർ, നാളുകളായി വേദയ്ക്ക് അവകാശപ്പെട്ട കമ്പനികൾ നടത്തിക്കൊണ്ടു പോകുന്നത് ശ്രീകാന്തും അതിനയാളെ സഹായിക്കുന്നത് ചന്ദ്രശേഖരനുമാണ്. വേദയുടെ വിവാഹം കഴിയുകയും അതിലൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്യുന്നതോടെ എല്ലാം കൈവിട്ടു പോകുമെന്ന ശ്രീകാന്തിന്റെ ഭയമാണ് അവർക്കെതിരെയുള്ള ശത്രുതയായി കലാശിച്ചത്. വിക്രമുള്ളിടത്തോളം കാലം വേദയെ ഒന്നും ചെയ്യാനാകില്ലെന്ന് ബോധ്യമുള്ള അവർ ആദ്യം വിക്രത്തിനെയാണ് പ്ലോട്ട് ചെയ്തത്. പല രീതിയിൽ കൊടുക്കാൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല. അവസാനമാണ് ഇലക്ഷൻ കാലത്ത് വരുണിന്റെ കൊലപാതക കുറ്റം വിക്രത്തിന്റെ തലയിൽ കെട്ടിവെച്ചത്. അതറിയാവുന്ന പുളിക്കൻ സത്യം പറയുമെന്നതിനാൽ പ്രതികൾ ആദ്യം പുളിക്കനെ കൊന്നു. പിന്നെ അതിന് സാക്ഷിയായ അനിയൻകുട്ടനെ കൊലപ്പെടുത്തി. വിക്രത്തിനൊരിക്കലും ചന്ദ്രശേഖരനെ കൊല്ലണമെന്ന ഉദ്ദേശമില്ലായിരുന്നുവെന്ന് ഈ സാക്ഷിമൊഴികളിൽ നിന്ന് വ്യക്തമാണ്. അയാൾക്ക് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായിരുന്നു താല്പര്യം. കാരണം വേദയുമൊത്തുള്ള ഒരു ജീവിതം അയാൾ സ്വപ്നം കണ്ടിരുന്നു. വിക്രം ചന്ദ്രശേഖരനെ കൊന്നുവെന്ന് പറയുന്ന ഏക സാക്ഷി എസ്റ്റേറ്റ് മാനേജരായിരുന്ന ജോബിനാണ്. അയാളുടെ കള്ളത്തരങ്ങൾ വേദ കണ്ടെത്തുകയും അങ്ങനെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് മുമ്പ് തന്നെ കോടതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. So, what exactly is it that you are trying to prove, Advocate Shankar Narayanan? സർ, ഒരു കേസിലും നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത്. വിക്രമിന്റെ കേസിൽ എത്രയും പെട്ടെന്ന് ഫയൽ ക്ലോസ് ചെയ്യാനായിരുന്നു ലോക്കൽ പോലീസിന് താല്പര്യം. യുവർ ഓണർ, വിക്രമിനോടുള്ള ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും ശത്രുത ഇവിടെ പലരും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വിക്രം ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം അടുത്ത ഇര താനാവുമെന്ന് ഭയന്ന് നാടുവിട്ട വേദയെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവുമില്ല. അതുകൊണ്ട് ഈ കേസ് ഒരു സ്പെഷ്യൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിടണം. മൂന്നാം സാക്ഷി സേതുവിന്റെ മൊഴിയിൽ പറയുന്ന കണ്ണീർമല എന്ന സ്ഥലം, ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി വിക്രമിനെ ആക്രമിച്ച സ്ഥലം, അതെല്ലാം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ചന്ദ്രശേഖരന്റെ കൊലപാതകം എങ്ങനെയെന്ന് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ കൂടെ നിന്ന് ഒറ്റുന്ന ആളുകൾ ഉള്ളപ്പോ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട ഒരു ചെറുപ്പക്കാരന്റെ ശിരസിലേക്ക് അതിന്റെ പാപഭാരം ഏൽപ്പിച്ചുകൂടാ. So, you are arguing for a reinvestigation into Vikram's case. Is that right, Advocate Shankar Narayanan? യെസ്, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, ഡിഫൻസ് വക്കീൽ തന്റെ ന്യായാധിപ ജോലി രാജിവെച്ച് പ്രാക്ടീസ് തുടങ്ങിയത് ഈ പ്രൊഫഷനോടുള്ള ഇഷ്ടവും ആത്മാർത്ഥതയും കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ ചേരുന്ന ജോലി ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, അപസർപ്പക കഥകൾ എഴുതുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൽ ഞാനൊരു ജനപ്രിയ സാഹിത്യകാരന്റെ ഭാവി കാണുന്നു. Come to the point, prosecutor. യെസ് യുവർ ഓണർ. ഒരിക്കൽ കോടതി ശിക്ഷിച്ച കേസ് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ അപ്പീൽ പോവുക. അതിനുശേഷം ഒരു കാരണവുമില്ലാതെ കുറെ സാക്ഷികളെയും നിരത്തി സെന്റിമെന്റ്സും നാടകീയതയും കലർന്ന കഥകൾ അവതരിപ്പിച്ച് കോടതിയുടെ വിലപ്പെട്ട സമയം കളയുക. ഇതിനെതിരെ നിയമ നടപടി വേണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അതുപോലെ പഴയ വരുൺ കൊലക്കേസിൽ വാസവൻ പരാതി പിൻവലിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് ആ കൊലപാതകം നടത്തിയത് വിക്രം അല്ല എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ല. ഡിഫൻസ് വക്കീൽ പറഞ്ഞ പുനരന്വേഷണത്തിന് കോടതി അനുവദിക്കുന്നതിനോട് പ്രോസിക്യൂഷൻ എതിർപ്പൊന്നുമില്ല. കാരണം ആ കേസ് കൂടി അന്വേഷിച്ചാൽ പ്രതി വിക്രമിന് ഇരട്ട ജീവപര്യന്തമായിരിക്കും ലഭിക്കാൻ ഒബ്ജക്ഷൻ പോകുന്നത്. യുവർ ഓണർ. ഇരിക്കു വക്കീലെ, പ്രോസിക്യൂഷൻ പോയിന്റ് പറയട്ടെ. യെസ്. താങ്ക് യു സർ. വരുണിനെ കൊലപ്പെടുത്തിയത് ആരാണെന്ന് പുറത്തു പറയാതെ ഇരിക്കാൻ പുളിക്കിനെ കൊല്ലുക. അത് കണ്ട അനിയൻകുട്ടന് ഭ്രാന്ത് വരിക. പെട്ടെന്നൊരു ദിവസം ഭ്രാന്ത് മാറുക. അതറിഞ്ഞ് പ്രതികൾ അവിടെ ചെന്ന് അനിയൻകുട്ടനെ കൊല്ലുക. അതിന്റെ അവസാനം ഒരു പ്രതി സ്വയം വെടിവെച്ച് മരിക്കുക. അങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞ് പ്രതിയെ മോചിപ്പിക്കാൻ ഇത് ഡിഫൻസ് വക്കീൽ ഭാവനയിൽ കാണുന്ന കഥയല്ലല്ലോ സർ. കോടതിക്ക് ആവശ്യം തെളിവുകളല്ലേ? വരുൺ കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടാനായി ഒളിവിൽ പോയ പ്രതി ഒരുപാട് കാലം ഒളിച്ച് താമസിച്ച്
അന്നത്തെ ജില്ലാ ജഡ്ജിയും ഇന്നത്തെ ഡിഫൻസ് ലോയറുമായ അഡ്വക്കേറ്റ് ശങ്കരനാരായണന്റെ വീട്ടിലായിരുന്നു എന്നതാണ് പുനരന്വേഷണത്തിൽ തെളിയാൻ പോകുന്ന യഥാർത്ഥ സത്യം. ആ കാലയളവിലാണ് പുളിക്കന്റെ കൊലപാതകം നടന്നത്. ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി പുളിക്കനെ കണ്ടെത്തിയാൽ താനാണ് വരുണനെ കൊന്നതെന്ന സത്യം പുറത്തു വരുമെന്ന് ഭയപ്പെട്ട പ്രതി ഭാര്യാപിതാവായ ജഡ്ജി ശങ്കരനാരായണന്റെ അനുമതിയോടെ പുളിക്കനെ കൊല്ലുകയായിരുന്നു എന്ന് വാദിച്ചാൽ അല്ലെന്ന് തെളിയിക്കാൻ ഇത്തിരി വിയർക്കേണ്ടി വരും ഡിഫൻസ് വക്കീലെ. ദർശൻ, വാട്ട്സ് യുവർ പോയിന്റ്? ഒരു പുതിയ അലിഗേഷൻ ഉന്നയിക്കാനുള്ള പ്ലാനാണോ? ഒട്ടുമില്ല യുവർ ഓണർ. കോടതി മുമ്പാകെ ഹാജരാക്കിയ ഈ 4 സാക്ഷികളും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടവരാണ്. ഈ 4 പേരുടെ വിസ്താരത്തിലൂടെ ഡിഫൻസ് കൗൺസിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചന്ദ്രശേഖരന്റെ കൊലപാതകം വിക്രമാണ് ചെയ്തതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്നാണ്. സർ, അന്നത്തെ ദൃക്സാക്ഷി ജോബിനിവിടെ ഹാജരുണ്ട്. അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പാവപ്പെട്ടവർക്ക് ഭവന നിർമ്മാണ സഹായം ചെയ്തു വരുന്ന ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമാണ്. കോടതിക്ക് വേണമെങ്കിൽ ജോബിനെ ഒന്നുകൂടി കേൾക്കാവുന്നതാണ്. ഫോർ വാട്ട്? താൻ കണ്ട കാര്യങ്ങൾ ജോബിന് ഒന്നുകൂടി വ്യക്തമാക്കും. അത് റെക്കോർഡിലുണ്ടല്ലോ. താങ്ക് യു സർ. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഡിഫൻസ് അവതരിപ്പിച്ച സാക്ഷികളെ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് താഴ്മയെ അഭ്യർത്ഥിക്കുന്നു. യെസ്. ആദിയിൽ കുര്യൻ മകൻ ഗീവർഗീസ്, ആദിയിൽ ഗീവർഗീസ് ഭാര്യ മേരി, ഫാദർ മൈക്കിൾ കുരിശിങ്കൽ, പൊന്നുമഠത്തിൽ മാധവൻ മകൻ സേതുമാധവൻ. ചോദിക്കുന്നതിന് മാത്രം ഉത്തരം. ആദ്യം ഗീവർഗീസിനോടാണ്. വിക്രം കൊല ചെയ്തു എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങളുണ്ടായിരുന്നോ? ഇല്ല. അപ്പോ വിക്രം കൊല ചെയ്തില്ല എന്ന് പറയാൻ നിങ്ങൾക്കാവില്ല അല്ലേ? ഉത്തരം പറയണം. ഇല്ല സാറേ. അച്ഛന്റെ കുമ്പസാര കഥയൊക്കെ കൊള്ളാം, രസമുണ്ട്. പക്ഷേ ഇതേ ചോദ്യത്തിന് അച്ഛന്റെയും ഉത്തരം ഇല്ലാന്ന് തന്നെയല്ലേ? അതെ, ആ സമയത്ത് ഞാൻ പള്ളിയിലായിരുന്നു. ഓക്കെ. ഇനിയുള്ളത് മേരിയാണ്. ഞാനും കണ്ടില്ല സാറേ. യുവർ ഓണർ, ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെടുന്നതോ വിക്രം കൊല ചെയ്യുന്നതോ ഒന്നും തന്നെ കണ്ടിട്ടില്ല. വിക്രമിന് നേരെ കോടതിയുടെ സഹതാപം വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രം പ്രൊഡ്യൂസ് ചെയ്തതാണ് ഇവരെയൊക്കെ. ഡിഫൻസ് കൗൺസിലിന്റെ ഭാവന വ്യവഹാരം. സേതു അല്ലേ? അതെ. സേതു മാത്രമാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടി വിക്രമനെയും വേദയും ആക്രമിക്കുന്നത് കണ്ടത്. ഐ മീൻ കണ്ടത് അല്ലേ? അതെ. അവിടെ വെച്ചൊരു സംഘടനം ഉണ്ടാവുകയും സേതുവും വിക്രവും കൂടി ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും കീഴ്പ്പെടുത്തുകയും ചെയ്തു അല്ലേ? അതെ. അതിനിടയിലാണ് ചന്ദ്രശേഖരൻ അനിയൻകുട്ടനെ വെടിവെച്ചത്. അതെ. അപ്പൊ അതിനു മുമ്പ് ഈ തോക്ക് എവിടെയായിരുന്നു? നിങ്ങൾ കീഴ്പ്പെടുത്തും മുമ്പ് തോക്ക് കയ്യിലുണ്ടായിരുന്നിട്ടും നിങ്ങൾക്ക് നേരെ അത് ഉപയോഗിക്കാതിരുന്ന ചന്ദ്രശേഖരൻ കീഴ്പ്പെടുത്തിയതിനു ശേഷം അത് അനിയൻകുട്ടന് നേരെ ഉപയോഗിച്ചു അല്ലേ? അത് ആദ്യം ചന്ദ്രശേഖരൻ തോക്ക് ചൂണ്ടിയിരുന്നു. അടിക്കിടയിലാണ് അത് തെറിച്ചു പോയത്. തോക്ക് ചൂണ്ടി ചന്ദ്രശേഖരൻ എന്താ കാഞ്ചി വലിക്കാൻ മറന്നുപോയോ? മറന്നു പോവും സർ. കാരണം അങ്ങനെ ഒരു തോക്ക് ചന്ദ്രശേഖരന്റെ കയ്യിലില്ലായിരുന്നു. പോലീസ് കണ്ടെടുത്ത ആ തോക്കിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മറ്റൊരാളാണ്. ശ്രീകാര്യം ശ്രീനിവാസൻ.
ലൈസൻസിന്റെ രേഖകൾ കോടതി മുമ്പാകെ സമർപ്പിക്കുന്നു. ശ്രീകാര്യം ശ്രീനിവാസന്റെ വലങ്കയായിരുന്ന വിക്രം അയാൾക്ക് ലൈസൻസ് ഉള്ള തോക്ക് കൈക്കലാക്കുകയും അതുകൊണ്ട് 2 കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്തു. ആദ്യത്തേത് വരുൺ, രണ്ടാമത്തേത് ചന്ദ്രശേഖരൻ. കാരണം 2 ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത ബുള്ളറ്റുകൾ ഒരേ തോക്കിലേത് തന്നെയായിരുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കോർട്ട് അഡ്ജേൺഡ്. എന്താടാ അത്ര എളുപ്പത്തിൽ പുറത്തേക്ക് ഊരിപ്പോന്ന് നീ വിചാരിച്ചോ? വരുണിന്റെ കൊലച്ചോറ് കൂടി നിന്നെ കൊണ്ട് തീറ്റിച്ചിട്ട് നിന്നെ ഞാൻ ജയിലിൽ നിറക്കൂ. നോക്കിക്കോ. പടോ. ഇനിയും പരീക്ഷണങ്ങളുണ്ടാവാം. മനസ്സും പ്രാർത്ഥനയും കൈവിടരുത്. മതി, പകർ. ഞാൻ പോവാ. കുഞ്ഞ് ഉറങ്ങിയില്ലേ? ഇല്ല. കുഞ്ഞിനെ ഉറക്കിയിട്ട് മോളൊന്ന് മുകളിലേക്ക് വരൂ. ഉറങ്ങിക്കോ. എന്താ അമ്മേ? നീ വാ, പറയാം.
നിന്റെ ഈ ജീവിതം ഇങ്ങനെ അധികം മുന്നോട്ട് പോവില്ലെന്ന് എനിക്കറിയാം. അധികം വൈകാതെ നിനക്ക് തരുണിനോട് സത്യം പറയേണ്ടി വരും. അതൊരു പക്ഷേ അവനെ മാനസികമായിട്ട് തകർത്തേക്കാം. അതിൽ നിന്ന് സ്വയം അതിജീവിക്കാനുള്ള കരുത്ത് എൻ്റെ മകനുണ്ടാകണേന്ന് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയൂ. പക്ഷെ അത് വെളിപ്പെടുന്ന ദിവസം മുതൽ നീയും നിന്റെ കുഞ്ഞും ഒറ്റയ്ക്കാവും. നീ സ്വപ്നം കാണുന്ന രീതിയിൽ നിന്റെ കുഞ്ഞിനെ വളർത്താൻ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കില്ല. പക്ഷെ അതിന് നിനക്ക് കഴിയും. അതിനുള്ള സിദ്ധ ഔഷധമാണ് ഈ മുറിൽ. വാ മോളെ.